സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഇന്ന് ഞാൻ കണ്ടൊരു വീഡിയോ ആണ്. മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഒരു പേജിൽ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ പേജിൽ മമ്മൂട്ടി ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ. പറഞ്ഞപ്പോൾ തന്നെ ആ വീഡിയോ എന്തിനെ പറ്റി ആയിരിക്കും എന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. അതെ, കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിൽ തീ പാറിച്ചുകൊണ്ട് ഓരോ ദിവസവും അടിപൊളിയായിട്ട് തകർത്ത് വാരിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ സിനിമ നല്ല രീതിയിൽ സക്സസ്ഫുള്ളി റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മമ്മൂക്ക ഈ ലൈവിൽ വന്നിട്ട് വിനായകനുമായിട്ട് ലൈവിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്: എൻ്റെ തിരഞ്ഞെടുപ്പുകളിൽ വിശ്വസിച്ചതിന് നന്ദി. കളങ്കാവലിന് ലഭിക്കുന്ന പോസിറ്റീവ് പ്രതികരണങ്ങളിൽ മമ്മൂട്ടി. നമുക്കറിയാം, ഇതുപോലെ ഒരു ഭ്രാന്തൻ ഇനി ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന തരത്തിലാണ് മമ്മൂക്കയുടെ ഓരോ പ്രകടനങ്ങളും അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ രീതികളും എന്നൊക്കെ പറയുന്നത്. അതായത് സിനിമയോട് അങ്ങേയറ്റം അമിതമായിട്ടുള്ള ഒരു അഭിനിവേശമുള്ള ഒരു മനുഷ്യനാണ് മമ്മൂക്ക എന്ന് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും അത് പറയുന്നില്ല, പക്ഷേ അത് പറയേണ്ടിയിരിക്കുന്ന ഒരു ഘടകമായതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മമ്മൂക്ക അദ്ദേഹം കൈവെക്കുന്നതെല്ലാം പൊന്നാക്കിക്കൊണ്ട് തന്നെയാണ് എപ്പോഴും അദ്ദേഹം പോകാറുള്ളത്. ഈ ഒരു സിനിമയിലും അദ്ദേഹം അങ്ങനെ തന്നെയാണ്. ഈ ഒരു സിനിമ കേവലം ഒരു സിനിമാ നടനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സിനിമയും അവർക്ക് വലുത് തന്നെയാണ് എന്ന് പറയുന്നത് പോലെ മമ്മൂട്ടിക്കും ഈ ഒരു സിനിമ വലുതാണ്. പക്ഷേ മമ്മൂട്ടിക്ക് ഈ ഒരു സിനിമ എന്തുകൊണ്ടാണ് വലുതായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ഒരു അസുഖം ബാധിക്കപ്പെട്ട് 8 മാസത്തോളം അദ്ദേഹം നീണ്ട ഇടവേളയിലായിരുന്നു. ആ സമയങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നിരിക്കണം. കാരണം സിനിമ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ പൈസ ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ടോ ഒന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ആയുസ്സിനും അദ്ദേഹത്തിൻ്റെ തലമുറകളുടെ തലമുറകൾക്കും കഴിക്കാനുള്ളതോ അല്ലെങ്കിൽ ജീവിക്കാനുള്ളതൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു വിഷയത്തിലല്ല വിഷമം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു. നമ്മൾ പല ഇൻ്റർവ്യൂസിലും പല ആളുകളും പറയുന്നത് കണ്ടിട്ടുണ്ട്. മമ്മൂക്കയ്ക്ക് ഒരിക്കലും തീരാത്തൊരു അഭിനിവേശമാണ് സിനിമയോട് അല്ലെങ്കിൽ സിനിമ അഭിനയത്തിനോട്. ആ അഭിനയത്തിന് വേണ്ടിയിട്ട് മമ്മൂക്ക ഏതറ്റം വരെയും പോകും. തൻ്റെ ശരീരം മോശം അവസ്ഥയിലാണെങ്കിൽ താൻ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് മമ്മൂക്ക. അങ്ങനെ ഒരാളാണ് മമ്മൂക്ക എന്നാണ് പലരും പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തിട്ട് മമ്മൂക്ക വളരെ വിഷമാവസ്ഥയിലായിരുന്നിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു മമ്മൂക്കയ്ക്ക് ഈ ഒരു തിരിച്ചുവരവ് അദ്ദേഹത്തിന് വലിയൊരു ആർഭാടകരമാക്കണം, അല്ലെങ്കിൽ ആ തിരിച്ചുവരവ് അദ്ദേഹത്തിന് ഒരു നല്ല രീതിയിൽ ആഘോഷിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവണം. അപ്പോൾ അങ്ങനെയുള്ളൊരു മമ്മൂക്ക തിരിച്ചു വന്നപ്പോൾ ആ മമ്മൂക്കയെ എല്ലാ കേരളത്തിലെ ജനങ്ങളും കേരളത്തിന് പുറത്തുള്ള ജനങ്ങളും ഒക്കെ ഇടനെഞ്ചിൽ വലിയൊരു സ്ഥാനം കൊടുത്തുകൊണ്ട് തന്നെയാണ് വരവേറ്റത്. അപ്പോൾ അങ്ങനെ വന്നൊരു മമ്മൂക്ക തിരിച്ചുവരവ് ഉഗ്രമാക്കിക്കൊണ്ട് അല്ല അടിപൊളിയാക്കിക്കൊണ്ട് തന്നെയാണ് കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കളങ്കാലം എന്ന് പറയുന്ന സിനിമ കൊണ്ട് മാത്രമാണ്. ആ സിനിമയിൽ കൊടൂര വില്ലനായിട്ടോ അല്ലെങ്കിൽ ഒരു നായകനായിട്ടോ ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ കൂടിയൊക്കെയാണ് മമ്മൂക്ക സഞ്ചരിക്കുന്നത്. പല തലങ്ങളിൽ കൂടിയാണ്. ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം അങ്ങനെ ആ ഒരു സിനിമ കേവലം പൈസയ്ക്ക് വേണ്ടിയായിരുന്നു, പണത്തിന് വേണ്ടി മാത്രമായിരുന്നു സിനിമ ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യന് ഇങ്ങനെ ലൈവിൽ അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ ആയിട്ട് വരേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് പടവും ചെയ്ത് ആ പണവും വാങ്ങി അദ്ദേഹത്തിന് വീട്ടിലിരിക്കാം. എന്നാൽ മറ്റുള്ള നടന്മാരൊന്നും ചെയ്യാത്തൊരു കാര്യം, അതായത് ഇങ്ങനെ ലൈവിൽ വന്നിട്ട് തൻ്റെ പടത്തിനെ പറ്റി വീണ്ടും പ്രൊമോട്ട് ചെയ്യുന്നു, തൻ്റെ പടത്തിനെ പറ്റി നിങ്ങൾ കണ്ടതിൽ നിങ്ങളുടെ എൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്നെ വിജയിപ്പിച്ചതിന് ഒരുപാട് നന്ദി എന്നൊക്കെ പറയുന്നു. അതെന്തുകൊണ്ടാണ്? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സിനിമയോടുള്ള ഒരിക്കലും അടങ്ങാത്ത അഭിനിവേശം. ആ അഭിനിവേശം കൊണ്ട് തന്നെയാണ് അദ്ദേഹം എല്ലാ ജനങ്ങളും, കേരളത്തിലെ ജനങ്ങൾ തന്നെ വരവേറ്റ അല്ലെ തന്നെ നെഞ്ചേറ്റിയ ജനങ്ങളോട് തൻ്റെ സ്നേഹം അറിയിക്കാനായിട്ട് വിനായകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ലൈവിൽ വന്നിരിക്കുന്നത്. ആ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കേവലം പണത്തിന് വേണ്ടി വന്ന ഒരു മനുഷ്യനല്ല ആ വന്നിരുന്ന് സംസാരിക്കുന്നുള്ളത്. എന്തായാലും നമുക്ക് കൂടുതൽ സംസാരിക്കാതെ വീഡിയോയിലേക്ക് ഡയറക്റ്റ് പോകാം. അതിനുശേഷം നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. നമസ്കാരം. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അഭിനയിച്ച കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ ഒരു വലിയ വിജയമാക്കി തന്നതിന് എല്ലാ പ്രേക്ഷകരോടും നന്ദി പറയാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. താരതമ്യേന പുതിയ എഴുത്തുകാരും ഒരു പുതിയ സംവിധായകനും കുറേ പുതിയതും പഴയതുമായ കലാകാരന്മാരും ഈ സിനിമയ്ക്ക് മുന്നിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പേരിലും അവരുടെ എല്ലാവരുടെയും പേരിൽ ഞങ്ങൾ ഈ സിനിമ കണ്ട പ്രേക്ഷകരോട് എല്ലാവരോടും, ഭാഷാഭേദമന്യേ മലയാളവും തമിഴും തെലുങ്കും ഹിന്ദിയും എല്ലാ ഭാഷയിലും ആൾക്കാർ സിനിമ കണ്ടിട്ടുണ്ട്. അവരോട് എല്ലാവരോടും മലയാളത്തിലാണ് നന്ദി പറയുന്നതേ ഉള്ളൂ, അവർക്ക് മനസ്സിലായിക്കോളൂ എന്ന് വിചാരിക്കുന്നു. നന്ദി നന്ദി നന്ദി. എല്ലാവർക്കും നന്ദി. എന്തെങ്കിലും ഒന്നും പറയാനില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. പറയാനുള്ളതൊക്കെ സിനിമയിലുണ്ട്, പുള്ളിയുടെ ഇനിയുള്ള സിനിമകളിലും ഉണ്ടാവും അല്ലേ? ഓക്കെ. കണ്ടില്ലേ, ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഒരു ചിരിയോട് ഒരു ചെറു പുഞ്ചിരി നിങ്ങളുടെ മുഖത്ത് വരാതെ ഇരിക്കില്ല. കാരണം വിനായകൻ്റെ ഇരിപ്പാണ്. പലയിടങ്ങളിലും കിടന്ന് പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയ വലിയൊരു കൊമ്പനാണ് ആ ഇരിക്കുന്നത്. കാട്ടുകൊമ്പൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ മമ്മൂക്കയുടെ മുന്നിലിരിക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഒരു സ്കൂൾ കുട്ടിയെ പോലെ തെറ്റ് ചെയ്തതിന് ടീച്ചർ ശകാരിച്ചിട്ട് അല്ലെങ്കിൽ ശകാരിക്കാനായിട്ട് ക്ലാസ് റൂമിലേക്ക് വിളിച്ച അല്ലെങ്കിൽ തൻ്റെ റൂമിലേക്ക് വിളിച്ചൊരു കുട്ടിയെ പോലെയാണ് വിനായകൻ ഇരിക്കുന്നത്. ഇങ്ങനെ തലയും കുരിച്ച് ഇങ്ങനെ കൈയും കെട്ടി
അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിനായകൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂസിൽ, മമ്മൂക്കയുടെ മുൻപിൽ പോയി എനിക്ക് ഇരിക്കാൻ പറ്റില്ല. കാരണം ആ വ്യക്തിക്ക് ഭയങ്കര ഓറയാണ്. എനിക്കത് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. പലരുടെയും ഓറ ഞാൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് മാത്രം എനിക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അമ്മാതിരി ശക്തിയാണ് ആ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനുള്ളത്, ആ മനുഷ്യൻ്റെ ഉള്ളിലുള്ളതെന്നാണ് പറയുന്നത്. ആ ശക്തി അയാളുടെ ആയുസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ആയുസിനെ തകർക്കാൻ പറ്റുന്ന ഒരു കലണ്ടറും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആയുസ് നിർണ്ണയിക്കുന്ന ഒരു കലണ്ടറും നാളിതുവരെ ഇറങ്ങിയിട്ടില്ല. ഇനി ഇറങ്ങാനോട്ട് പോകുന്നുമില്ല. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. അത് തന്നെ വീണ്ടും പറയുകയാണ്. പിന്നെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ നേരത്തെ ഞാൻ ഈ വീഡിയോയിൽ മമ്മൂക്കയുടെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ പറയുകയുണ്ടായി, എൻ്റെ തിരഞ്ഞെടുപ്പുകളെ പിന്തുണയ്ക്കുന്ന എല്ലാവർക്കും നന്ദി എന്നുള്ളത്. അത് ഈ പറയുന്ന ഇലക്ഷൻ ഒന്നും അല്ല കേട്ടോ. മമ്മൂക്കയുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ സിനിമകളാണ്. മമ്മൂട്ടിയുടെ സിനിമകൾ എന്ന് പറയുമ്പോൾ മമ്മൂട്ടി ഓരോ സിനിമകൾ, ഏത് സിനിമ എന്ന സമയത്ത് ചെയ്യണം, അല്ലെങ്കിൽ ഏത് സിനിമ ഏത് കഥകൾ എടുക്കണം, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് മമ്മൂക്ക ചെയ്യുന്ന കാര്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ളൊരു നന്ദിയാണ് മമ്മൂക്ക അറിയിച്ചത്. അങ്ങനെയുള്ളൊരു മനുഷ്യൻ, അല്ലെങ്കിൽ ഈ പറയുന്ന കേരളത്തിലെ എല്ലാ ജനങ്ങളെയും കണ്ട് അവരുടെ അഭിപ്രായങ്ങളെല്ലാം കണ്ട് ആ വീഡിയോസും അദ്ദേഹത്തിൻ്റെ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന പേജിൽ കൂടി പോസ്റ്റ് ചെയ്ത് എല്ലാ ആളുകളോടുമുള്ള സ്നേഹം വീണ്ടും അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, ഇങ്ങനൊരു മനുഷ്യനെ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? മലയാള സിനിമയിൽ പോട്ടെ, വേറെ ഏതെങ്കിലും സിനിമാ രംഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ചിലപ്പോൾ വിജയ് സേതുപതിയൊക്കെ ഇങ്ങനെ ആയിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ ഒരു പടം ചെയ്ത് വൻ വിജയമായി അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എല്ലാം മേടിച്ച് വീട്ടിൽ അടിച്ച് പൊളിച്ചിരുന്ന് മറ്റുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പോകാനൊന്നും മമ്മൂട്ടി നോക്കിയില്ല. തന്നെ സപ്പോർട്ട് ചെയ്യുന്ന, തന്നോടൊപ്പം നിൽക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കുകയും തന്നെ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ ജനങ്ങളെ ആദ്യം തന്നെ അവരോട് നന്ദി പറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് മമ്മൂക്ക. ഇതുതന്നെയാണ് ഈ മമ്മൂക്കയെ എല്ലാവരും ഇഷ്ടപ്പെടാനുണ്ടായ പ്രധാന കാരണവും ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണങ്ങളും. ഇനിയും മമ്മൂട്ടി ഇരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കുമെന്ന് നമുക്ക് പറയാം. കാരണം ചേർത്ത് പിടിക്കലിൻ്റെയും കരുതലിൻ്റെയും എല്ലാം ഒരു പ്രതീകം തന്നെയാണ് മമ്മൂട്ടി. അത് നമ്മൾ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, മറ്റ് പല കാര്യങ്ങളിലും നമ്മൾ കണ്ടതാണ് അല്ലേ. അതായത് വിനായകനെ ചേർത്ത് പിടിക്കുന്നത് പോലെ തന്നെ ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ എന്ന് തുടങ്ങി എല്ലാ ആളുകളെയും തൻ്റെ പേര് നാമകരണം ചെയ്ത്, അല്ലെ തനിക്ക് ആ പേര് തന്നൊരു വ്യക്തിയെ സ്റ്റേജിലേക്ക് വിളിച്ച് കയറ്റി അയാളെ ചേർത്ത് പിടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചേർത്ത് പിടിക്കലിൻ്റെയൊക്കെ നിറകുടം, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ നേർക്കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്നേഹപ്രവാഹം, അല്ലെങ്കിൽ ഈ ഒരു സ്നേഹം ആ മമ്മൂക്കയ്ക്ക് എന്നും എല്ലാവരോടും ഉണ്ടാവും. എല്ലാ ആളുകൾക്കും മമ്മൂക്കയോടും തിരിച്ച് അതേപോലെ ഉണ്ടാവും. അപ്പോൾ ആ സിനിമ വൻ വിജയമായിട്ട് എനിക്ക് തോന്നുന്നു ഇതുവരെയും ഇങ്ങനെ ഒരു സിനിമയ്ക്ക് ഇങ്ങനെ ഒരു ഹൈപ്പ് കിട്ടുകയോ അല്ലെ ഈ രീതിയിലേക്ക് സിനിമ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നതൊന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല. ഇതൊരു തിരിച്ചുവരവ്, ഒരു 74 വയസ്സുകാരൻ്റെ തിരിച്ചുവരവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും ഒരു 74 വയസ്സുകാരൻ്റെ തിരിച്ചുവരവല്ല. മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയുടെ, ജനങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന, സിനിമയോട് ഒരിക്കലും തീരാത്ത ആഗ്രഹമുള്ള അല്ലെങ്കിൽ ആക്രാന്തമുള്ളൊരു മനുഷ്യൻ്റെ തിരിച്ചുവരവാണ്. ഇങ്ങനെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമ്പോൾ ആ ജനങ്ങൾ തന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്, അവർക്ക് ഏത് രീതിയിൽ എത്ര അളവിൽ എങ്ങനെയൊക്കെ കൊടുക്കണമെന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെയും മമ്മൂക്ക തനിക്ക് അനുയോജ്യമായൊരു കഥാപാത്രത്തിനെ തിരഞ്ഞെടുക്കുകയും ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് അങ്ങ് ജീവിക്കുകയും ചെയ്തിരിക്കുകയാണ്. പല സിനിമകൾ നമുക്കറിയാം. ഇതൊരു സിനിമ മാത്രമാണ് ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് വലിയേട്ടൻ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പല സിനിമകളൊക്കെ ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ വാത്സല്യം പോലെയുള്ള സിനിമയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കരഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സിനിമകളുണ്ട്. കഥാപാത്രത്തിലേക്ക് ആവാഹിക്കുക, അല്ലെങ്കിൽ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് തൻ്റെ ശരീരം മുഴുവൻ ആ കഥാപാത്രത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ക്യാമറയ്ക്ക് മുൻപിൽ നമ്മൾ കാണുന്ന മമ്മൂക്ക. അപ്പോൾ ആ മമ്മൂക്കയെ നമ്മൾ ഇനിയും പിന്തുണയ്ക്കും. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് മമ്മൂക്കയ്ക്ക് പോകാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പല ഭാഗങ്ങളിലും പ്രായമായെന്ന് പല ആളുകളും പറയുന്നുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള പ്രായം നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്തരുത്. അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഇപ്പോഴും യൗവനമാണ്. ആ യൗവനം കൊണ്ട് തന്നെ മനസ്സ് മതിയല്ലോ, പിന്നെ ശരീരമൊക്കെ അതിൻ്റെ പിന്നാലെ പൊക്കോളും. മനസ്സ് എണീറ്റ് ഓടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം അതിനൊപ്പം പോയേ പറ്റുള്ളൂ. ശരീരം എനിക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എണീറ്റ് ഓടിക്കോ, അവിടെ കൊണ്ട് നമ്മൾ വീണ്ടും ഓടും. അതാണ് മമ്മൂക്ക. മമ്മൂക്കയുടെ മനസ്സ് ഇപ്പോഴും യൗവനം അല്ലെങ്കിൽ ചെറുപ്പം തന്നെയാണ്. അതുകൊണ്ട് തന്നെയും മമ്മൂക്കയ്ക്ക് പ്രായമായി, മമ്മൂക്ക അങ്ങ് തീർന്നു പോയി, മമ്മൂക്കയ്ക്ക് ക്യാൻസർ വന്നു, മമ്മൂക്കയുടെ ആയുസ് അവസാനിച്ചു എന്നൊക്കെ വിചാരിച്ച് ആഗ്രഹിച്ചിരിക്കുന്നവന്മാർ ഇതൊന്നും അങ്ങനെയൊന്നും പോകാൻ പോകുന്നില്ല മോനെ. ഇതിനിയും ഒരുപാട് ശക്തിയോടുകൂടി, പൂർവാധികം ശക്തിയോടുകൂടി കത്തിക്കേറി വരും. ഇനിയും ബിഗ് സ്ക്രീൻ കത്തിക്കുമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.